ചിക്കൻ സോസേജാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമുള്ളൊരു വിഭവമാണ് സോസേജ്. പക്ഷെ നമുക്കെല്ലാവർക്കും ഇന്നിത് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാൻ കുറച്ച് മടിയാണ്. കാരണം ഇതുണ്ടാക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ട് കുറേ പേർക്ക് ഇതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാൻ നല്ല മടിയാണ്. ഞാനൊന്നും ഇപ്പോൾ വാങ്ങിക്കാറേ ഇല്ല പുറത്തുനിന്ന്. നല്ല എളുപ്പമാണ് സോസേജ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മറ്റുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന അപേക്ഷിച്ചിട്ട് ഇത് നല്ല എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. അടുപ്പത്ത് വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. കുറച്ച് അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അലൂമിനിയം ഫോയിൽ ചുറ്റിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ക്ലിംഗ് റാപ്പിൽ ചുറ്റിയിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ അലൂമിനിയം ഫോയിൽ ചുറ്റിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം ക്ലിംഗ് റാപ്പ് പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് ചൂടാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ അതത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അലൂമിനിയം ഫോയിലാണ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ്. അപ്പോൾ ഈ ബ്രസ്റ്റ് ചെറുതായിട്ട് നല്ല ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞെടുത്ത് വെക്കുക. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ കുരുമുളക് പൗഡർ ചേർക്കുക. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോയും ബേസിൽ ലീവ്സ് ഉണ്ടെങ്കിൽ രണ്ടും കൂടിയിട്ട് ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. അതുപോലെ പാഴ്സ്ലി ലീവ്സ് ഉണ്ടെങ്കിൽ അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ സോസേജിന് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന് ഇറ്റാലിയൻ സീസണിങ് ഉണ്ട്. ഇത് പിസ്സ വാങ്ങിക്കുമ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇറ്റാലിയൻ സീസണിങ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതാണ് 2 പാക്കറ്റ് ചേർക്കുന്നത്. 2 പാക്കറ്റും കൂടിയിട്ട് 2 ടീസ്പൂൺ ഉണ്ടാവും. അപ്പോൾ 2 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതില്ലാത്തവരാണെങ്കിൽ ഒറിഗാനോ, ബേസിൽ ലീവ്സ്, പാഴ്സ്ലി ലീവ്സ് ഇതൊക്കെ ചേർക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല, ഒഴിവാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കുക, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പനീറാണ്. ഇതും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മൊസറല്ല ചീസോ ചെഡാർ ചീസോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിൽ അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ പൊടിക്കുന്ന ജാറിലിട്ടിട്ടാണ് ഇത് അരക്കാൻ പോകുന്നത്. പകുതിയായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ചിക്കനും കൂടി ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ മുഴുവൻ ചിക്കനും ഇവിടെ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇത് മുഴുവനും ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്നുകൂടി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കയ്യിലൊരല്പം എണ്ണ തടവിയിട്ട് ഇതിൽ നിന്നും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചിക്കനിൽ നിന്നും നമുക്ക് എത്ര വണ്ണത്തിലാണോ സോസേജ് ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള ചിക്കൻ കയ്യിലേക്ക് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. എണ്ണ തടവി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് കയ്യിൽ എണ്ണ തടവുന്നത്. എന്നിട്ട് നമുക്കിത് കയ്യിൽ വെച്ചിട്ട് സോസേജിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മളിത് കവർ ചെയ്യാനുള്ള അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് അതിൽ വെച്ചിട്ടും ഇതുപോലെ കുറച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. നല്ല സ്മൂത്താക്കി എടുക്കുക. അതിനുശേഷം ഈ അലൂമിനിയം ഫോയിലിൻ്റെ ഒരു സൈഡിലായിട്ട് ഇത് വെച്ച് കൊടുക്കുക. അതായത് ഒരറ്റത്തായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഫോയിൽ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഇത് നല്ല റൗണ്ടായിട്ട് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ മടക്കിയ ഭാഗത്ത് നന്നായിട്ട് ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒരുപാട് റോളായിട്ട് ഇതിങ്ങനെ കവർ ചെയ്തെടുക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം കയറരുത്. അതിന് വേണ്ടിയിട്ടാണ് വലിയ അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് ഒരുപാട് പ്രാവശ്യം ഇതുപോലെ റോൾ ചെയ്ത് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറില്ല. അപ്പോൾ മുഴുവനും റോൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ രണ്ടറ്റവും നന്നായിട്ട് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. കാരണം ഇതിലൂടെയും ഒട്ടും വെള്ളം കയറാൻ പാടില്ല.
അതുകൊണ്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു പൊടി വെള്ളം ഉള്ളിൽ കയറാത്ത രീതിയിൽ നന്നായിട്ട് അമർത്തി കൊടുക്കുക. ഇതിൻ്റെ രണ്ട് വശവും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന സോസേജിൻ്റെ ഏകദേശം അതേ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മുഴുവൻ സോസേജും റെഡിയാക്കി എടുക്കാം. അലൂമിനിയം ഫോയിലിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ മുഴുവൻ സോസേജും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ചിക്കൻ വെച്ചിട്ട് ഇത്രയധികം സോസേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സോസേജ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അല്പം പരന്ന വലിയ പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ സോസേജ് ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച സോസേജ് ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ അറ്റം, നമ്മൾ ഈ ചുരുട്ടി വെച്ച അറ്റം കണ്ടില്ല, ഇതൊന്നുകൂടി ഞാൻ ഉള്ളോട്ടേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഉള്ളിലേക്ക് കയറുന്നത് ഒന്നുകൂടി തടയാനാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഈ സോസേജ് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, രണ്ട് സൈഡിൽ നിന്നും ഉള്ളോട്ടേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ സോസേജും ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് ആയി കൊടുക്കുക. ഒരു സ്പൂണോ മറ്റോ വെച്ചിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കൊണ്ട് ചിക്കൻ നന്നായിട്ട് വെന്തോളും. അതിൽ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവൻ സോസേജും നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ സോസേജ് മുഴുവനും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തണുത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല, അതായത് ഇപ്പോൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നില്ല, പിന്നീട് കഴിക്കുന്നുള്ളൂ എങ്കിൽ കുറേ ദിവസം നമുക്കിത് 1 മാസം വരെയൊക്കെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ തണുത്ത വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമില്ല. ഈ സോസേജ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രീസറിലേക്ക് ഇതേപോലെ മാറ്റിയാൽ മതി. ഈ അലൂമിനിയം ഫോയിലോട് കൂടി തന്നെ മാറ്റിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഐസ് വെള്ളത്തിലിട്ടിട്ട് ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ രണ്ട് അറ്റവും ഇതുപോലെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ചുരുട്ടി വെച്ചില്ലേ, ആ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ കുറേ ഇങ്ങനെ റോൾ ചെയ്ത് എടുത്തതുകൊണ്ട് വെള്ളം ഉള്ളിലൊന്നും കയറിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, വെള്ളം ഉള്ളിലൊന്നും കടന്നിട്ടേ ഇല്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട് സോസേജ്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലത്തെ സോസേജ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലത്തെ ഷേപ്പും ഒക്കെ ആയിട്ടുണ്ട്. ഏകദേശം അതേപോലത്തെ ഷേപ്പ്, അത്ര സ്മൂത്തായിട്ടില്ല എങ്കിലും ഏകദേശം അതേപോലത്തെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. മുഴുവൻ സോസേജും അലൂമിനിയം ഫോയിലിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച സോസേജ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്പൈസസൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്യാം. ഏതൊക്കെ രീതിയിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സോസേജ് ഉണ്ടാക്കുന്നോ അതേപോലെയൊക്കെ ഇത് ഉപയോഗിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം. ഞാനിതിലിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല, ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഈ സോസേജ് വളരെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് മൊരിച്ചെടുത്താൽ മതി. കാരണം നമ്മളിത് വേവിച്ച് വെച്ച സോസേജാണ്, അതുകൊണ്ട് കൂടുതൽ സമയം ഫ്രൈ ചെയ്ത് വേവിക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ സോസേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള സോസേജും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി സോസേജ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന്. ഇത് കണ്ടില്ലേ, നല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്പൈസസൊക്കെ ചേർത്തിട്ടുള്ള സോസേജ് ഉണ്ടല്ലോ, അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ചേർത്തിരിക്കുന്ന ചില്ലി ഫ്ലേക്സും ഇറ്റാലിയൻ സീസണിങ്ങും ഒക്കെ കൂടിയിട്ട് ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു സോസേജാണ്. അപ്പോൾ ഇറ്റാലിയൻ സീസണിങ് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറിഗാനോയോ മറ്റു വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി.
അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റി സോസേജ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് കുട്ടികൾക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയുന്നവരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്